സോ ഇത് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സൺലൈറ്റ് എങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി റീഎമിറ്റ് ചെയ്യണത്, ആ റീഎമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഗ്രീൻ ഹൗസ് എങ്ങനെയാണ് തിരിച്ച് എർത്തിന്റെ സർഫസിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ഫേറ്റ് ഓഫ് സൺലൈറ്റിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷൻ ആണ് പല ആംഗിളിലായിട്ട് കാണിച്ചേക്കണം. സോ ആ പല ആംഗിൾ നമ്മുടെ ആ ഡിഫറെന്റ് ലെയേഴ്സുകളും കാണിച്ചിട്ടുണ്ട്. സോ പല ആംഗിളിൽ കാണിച്ച് സണ്ണിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റ് അഥവാ സോളാർ റേഡിയേഷൻ ഇവിടെ റീച്ച് ചെയ്യുന്നത് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ എർത്തിന്റെ സർഫസിനെ നമ്മൾ പറഞ്ഞു 1/4 ഓഫ് ദ ഇൻകമിങ് സോളാർ റേഡിയേഷനെ നമ്മുടെ ക്ലൗഡ്സും ഗ്യാസസും അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു, കുറച്ച് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഹാഫ് ഓഫ് ദ ഈ പറഞ്ഞ സണ്ണിൽ നിന്ന് വരുന്ന പകുതി റേഡിയേഷനും നമ്മുടെ എർത്തിന്റെ സർഫസിലെത്തി എർത്തിനെ ഹീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അത് കഴിഞ്ഞാൽ ആ എർത്തിന്റെ സർഫസിലെത്തിയതിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ എർത്തിന്റെ സർഫസിൽ നിന്ന് ആ ഹീറ്റ് എനർജി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ സണ്ണിൽ നിന്ന് തന്നെ സോളാർ റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് കാണിക്കുന്നു, ആ എരോ മാർക്കുകൾ. അത് കഴിഞ്ഞ് തിരിച്ചത് റിഫ്ലക്ട് ചെയ്യുന്നത് കാണിക്കുന്നു. പകുതിയും എർത്തിന്റെ സർഫസിനെ ഹീറ്റ് ആക്കുന്നു, വാമാക്കുന്നു, എന്നാൽ അതിൽ കുറെയൊക്കെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. സോ മേജർ ഫ്രാക്ഷൻ എന്താ ചെയ്യുന്നത്, എർത്തിന്റെ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഹീറ്റ് എനർജി ആയിട്ടാണ് അത് തിരിച്ചു പോകുന്നത്. സോ നമ്മുടെ എർത്തിന്റെ സർഫസിൽ വന്ന് പതിക്കുന്ന ആ ഇൻകമിങ് സോളാർ റേഡിയേഷനിൽ ഈ പറഞ്ഞു കഴിഞ്ഞ ഈ ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. എർത്തിൽ നിന്ന് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് സ്പേസിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ പറഞ്ഞു സണ്ണിലേക്ക് വരുന്ന ആ സോളാർ റേഡിയേഷൻ എർത്തിൽ പതിക്കുന്ന ആ സോളാർ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, റേഡിയേറ്റഡ് ബാക്ക് ടു ദ സ്പേസ്, റേഡിയേറ്റ് ചെയ്തതാണ് ഈ തിരിച്ച് സ്പേസിലേക്ക് തന്നെ റേഡിയേറ്റ് ചെയ്തു പോകുന്നു. ഏത് ഫോമിലാണ് റേഡിയേറ്റ് ചെയ്തു പോകുന്നത്, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സോ ഹീറ്റ് എന്ന ഫോമിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് തിരിച്ചു പോകുന്നു ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഫോമിൽ. സോ ലോങ് വേവിലുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻ അഥവാ ഹീറ്റ് ഫോമിൽ അത് തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന ആ സ്പേസിലേക്ക് പോകുന്ന ഈ പറഞ്ഞ ഹീറ്റിനെ ആര് ട്രാപ്പ് ചെയ്യുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ട്രാപ്പ് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് റീഎമിറ്റ് ചെയ്തു പോകുന്ന ആ ഹീറ്റ് അഥവാ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ പതിച്ച് തിരിച്ചു പോകുന്ന ഹീറ്റിനെ, തിരിച്ചു പോകുന്നത് ഹീറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ട്, അതിനെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അതിനെ അബ്സോർബ് ചെയ്യുന്നു. സോ അറൌണ്ട് ദ എർത്ത് ഫോം ചെയ്ത എൻവലപ്പ് ഫോമിൽ ഫോം ചെയ്ത ആ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അതിനെ അബ്സോർബ് ചെയ്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന ഹീറ്റ് അഥവാ ഇൻഫ്രാറെഡ് റേഡിയേഷനെ അത് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് തിരിച്ച് നമ്മുടെ എർത്തിലേക്ക് തന്നെ, എർത്തിന്റെ സർഫസിലേക്ക് തന്നെ റേഡിയേറ്റഡ് ബാക്ക് ടു ദ എർത്ത്. സോ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, ആ മോളിക്യൂൾസിന് ഇവിടെ നിന്ന് വരുന്ന ഹീറ്റ് എനർജീനെ തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ സർഫസിലേക്ക് തന്നെ റേഡിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, റേഡിയേറ്റഡ് ബാക്ക് ടു ദ എർത്ത് സർഫസ്. അങ്ങനെ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ് അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊരു വേർഡ് അത് ടേം ചെയ്ത ആളാണ് ടിൻഡൽ. അദ്ദേഹത്തിന്റെ പേരാണ് ടിൻഡൽ ആണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ആ ടേം പ്രൊപ്പോസ് ചെയ്തത്. സോ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയിൻ. സോ ഗ്രീൻ ഹൗസ് ഗ്യാസുകളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ക്ലോറോ കാർബൺ, നൈട്രിക് ഓക്സൈഡ്, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക, അവരുടെയൊക്കെ പ്രത്യേകത ലോങ് വേവ് ആയിട്ടുള്ള റേഡിയേഷൻ, അതായത് നമ്മൾ പറഞ്ഞ എർത്തിന്റെ സർഫസിൽ വന്ന് പതിക്കുന്ന ആ സോളാർ റേഡിയേഷൻ തിരിച്ചു പോകുന്നത് ഏത് ഫോമിലാണ്, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അഥവാ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അങ്ങനെയുള്ള ലോങ് വേവ് റേഡിയേഷന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എർത്തിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ ലോങ് വേവ് റേഡിയേഷനെ റീഎമിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതിനെ എന്ത് ചെയ്യുന്നു, അവര് അതിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് എർത്തിന്റെ സർഫസിലേക്ക് അഗെയിൻ ടുവേർഡ്സ് എർത്തിലേക്ക് അത് റീഎമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ടിൽ എത്ര വരെ, എർത്ത് സർഫസ് ഹാസ് നോ ലോങ് വേവ് റേഡിയേഷൻ. സോ ലോങ് വേവ് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ നിന്ന് തിരിച്ച് എമിറ്റ് ചെയ്യാത്ത
ആ ഒരു അവസ്ഥ വരെ ഇത് തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ എർത്തിന്റെ സർഫസിൽ നിന്ന് എത്രത്തോളം ഈ ഹീറ്റ് എനർജി അല്ലെങ്കിൽ ലോങ് വേവ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻ തിരിച്ചു വരുന്നു, അതിനൊക്കെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ഒക്കെ അതിന് അബ്സോർബ് ചെയ്ത് തിരിച്ച് എർത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. സോ തിരിച്ച് എർത്തിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ എർത്തിന്റെ സർഫസ് എന്താ നമ്മൾ പറഞ്ഞ ഈ ആവറേജ് ആയിട്ടുള്ള 15 ഡിഗ്രി സെൽഷ്യസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഒരു ടെമ്പറേച്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിന് പകരം നമ്മുടെ ഒരു -18 ഡിഗ്രി സെൽഷ്യസ് ആയതിന് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ, സോ ലോങ് വേവ് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ നിന്ന് എത്രത്തോളം വരുന്നു അത്രത്തോളം തന്നെ ഈ പറഞ്ഞ അതിനെ മുഴുവൻ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അബ്സോർബ് ചെയ്ത് തിരിച്ച് എർത്തിലേക്ക് തന്നെ കൊടുത്ത് എർത്തിന്റെ സർഫസിനെ ഹീറ്റ് വാം ആക്കാനായിട്ട് സഹായിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ അറ്റ്മോസ്ഫറിക് എഫക്റ്റ്. അറ്റം പ്രപ്പോസ് ചെയ്ത ആളാണ് ടിൻഡൽ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ മേജർ ഫ്രാക്ഷനും നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന ആ മേജർ ഫ്രാക്ഷനും നമ്മുടെ എർത്തിന്റെ സർഫസിൽ വന്ന് പതിക്കുന്നു. എർത്തിന്റെ സർഫസിൽ നിന്ന് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഹീറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പോലെ അത് തിരിച്ചു പോകുന്നു. ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അത് ലോങ് വേവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ് എനർജീനെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ അതിനെ ട്രാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് അതിന്റെ എർത്തിന്റെ സർഫസിലേക്ക് തന്നെ കൊണ്ടുവന്ന് എർത്തിന്റെ ടെമ്പറേച്ചർ ആവറേജ് 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സോ ഇങ്ങനത്തെ ഇതിന് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരായ ഗ്യാസുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. സോ ഇൻക്രീസിങ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നു. ആ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്നു. സോ ഈയിടെ നമുക്കറിയാം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകളും മീഥെയിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടിയത് കൊണ്ട് തന്നെ ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം കൂടി വരികയാണ്. സോ നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണക്കാരായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിലെ മെജോറിറ്റി 3% ആണ് മെജോറിറ്റി പറയുന്നത്. 60% ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സോ 60% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം. അതുപോലെ തന്നെ മീഥെയിൻ 20% മീഥെയിൻ. ക്ലോറോ ഫ്ലൂറോ കാർബൺ അവിടെ നിന്ന് വരുന്നത് റെഫ്രിജറേറ്റർ ഒക്കെ റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ 14% ആണ് കോൺട്രിബ്യൂഷൻ ഗ്ലോബൽ വാർമിങ്ങിന്. നൈട്രിക് ഓക്സൈഡ് 6%. സോ ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് that are responsible for global warming. സോ ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരായുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് 60% മെജോറിറ്റി കാർബൺ ഡൈ ഓക്സൈഡ്, 20% മീഥെയിൻ, 14% ക്ലോറോ ഫ്ലൂറോ കാർബൺ, 6% നൈട്രിക് ഓക്സൈഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരായുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. സോ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. സോ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ ആ ഹീറ്റ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതെന്ന് പഠിച്ചു. സോ ആ ഗ്ലാസ് പാനലിൽ അല്ലെങ്കിൽ ആ സ്മോൾ ഗ്ലാസ് ഹൗസിൽ നമ്മൾ ആ ചെടികളുടെ ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, സോ അതിലേക്ക് വരുന്ന ലൈറ്റിനെ എൻ്റർ ചെയ്ത് അവിടെ വരുന്ന ആ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാണ്ട് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടുവരുന്ന ആ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പോലത്തെ ഒരു നാച്ചുറൽ ഫിനോമിനാണ് നമ്മുടെ എർത്തിന്റെ സർഫസിലും സംഭവിക്കുന്നത് പഠിച്ചു. സോ ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സൺലൈറ്റിൽ അല്ലെങ്കിൽ ഒരു സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കുറച്ച് മണിക്കൂറോളം നമ്മൾ ഒരു വെയിലത്ത് ആ കാറിനെ പാർക്ക് ചെയ്തിട്ട് പോയിട്ട് പിന്നീട് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ആ കാറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? പുറത്തുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും ഇൻസൈഡ് ദ കാർ. അവിടെയും സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ഗ്ലാസ് പാനൽ ഹൗസിൽ എങ്ങനെയാണ് ആ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഈ കാറിൻ്റെ ഉള്ളിലേക്ക് ഈ ഹീറ്റ് എനർജി കയറുകയും എന്നാൽ അവിടെ നിന്ന് ആ ഹീറ്റ് പുറത്തേക്ക് പോകാണ്ട് അവിടെ ട്രാപ്പ് ആവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം നടക്കുന്നത്. സോ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാണ് നമുക്ക് ഒരു ആവറേജ് 15 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ മെയിൻറ്റെയിൻഡ് ആവുന്നത് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചർ -18 ഡിഗ്രി പോലെ അത്രയും തണുത്തതായേനെ. സോ ആ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഇൻകമിങ് സോളാർ റേഡിയേഷനിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റിൽ
എർത്തിന്റെ സർഫസിലെത്തി അത് തിരിച്ച് റീഎമിറ്റ് ചെയ്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഫോമിൽ പോകുമ്പോൾ അതിനെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രിക് ഓക്സൈഡ്, ക്ലോറോഫ്ലോറോ കാർബൺ പോലത്തെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഹീറ്റിനെ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ലോങ് വേവ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്ത് തിരിച്ച് എർത്തിന്റെ സർഫസിലേക്ക് തന്നെ കൊടുത്ത് നമ്മുടെ എർത്തിന്റെ സർഫസിന് ഒരു ആവറേജ് 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഈ ഗ്രീൻ ഹൗസ് കാരണക്കാരായ ഗ്യാസുകളുടെ കോൺട്രിബ്യൂഷനും നമ്മൾ പറഞ്ഞു എത്രത്തോളമാണെന്ന് പറഞ്ഞു. സോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ആഗോളതാപനം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ്. സോ ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ക്ലോറോഫ്ലോറോ കാർബൺ, നൈട്രിക് ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ ലെവൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, ആ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു കൺസിഡറബിൾ ഹീറ്റിംഗ് ഓഫ് എർത്ത് അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റിംഗ് ആണ് എർത്തിന്റെ സർഫസിന്, അത്രയും കൂടുതൽ ആ ഹീറ്റിനെ എർത്തിന്റെ സർഫസിലേക്ക് റീഎമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺടിൽ നമ്മൾ പറഞ്ഞു എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ ലോങ് വേവ് റേഡിയേഷൻ വരാതെ ഇരിക്കുന്നത് വരെ നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഹീറ്റിനെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ട്രാപ്പ് ചെയ്ത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ കൊടുത്ത് എർത്തിന്റെ സർഫസിനെ ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കൺസിഡറബിൾ ഹീറ്റിംഗ്, എർത്തിന്റെ ഹീറ്റ് കൂടി വരികയും ദാറ്റ് ഫൈനലി ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം. സോ ഈ ഗ്ലോബൽ വാർമിങ്ങിന് നമ്മൾ പറയുകയാണെങ്കിൽ സയന്റിസ്റ്റ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ, നമ്മളെ ഒരു പാസ്റ്റ് സെഞ്ചുറി എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 0.6 ഡിഗ്രി സെൽഷ്യസോളം തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ദശാബ്ദത്തോളം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് പറയുന്നത് പാസ്റ്റ് സെഞ്ചുറിയിൽ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് എർത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 0.6 ഡിഗ്രി സെൽഷ്യസ്. സോ 0.6 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് 3 ദശാബ്ദങ്ങളായിട്ട് എന്നാണ് നമ്മുടെ പാസ്റ്റ് സെഞ്ചുറി കാണിക്കുന്നത്. സോ സയന്റിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗ്ലോബൽ വാർമിംഗ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു വളരെയധികം വിനാശകരമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ എൻവയോൺമെന്റിൽ സംഭവിക്കുന്നു. ദാറ്റ് റിസൾട്ട് ഇൻ ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ്. നമുക്ക് ഒരു ഓഡ് വണ്ണായിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസിലേക്ക് നമ്മുടെ എൻവയോൺമെന്റ് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ. സോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഈ പറഞ്ഞ എർത്തിന്റെ സർഫസിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ പറഞ്ഞ ഹീറ്റിനെ റീഎമിറ്റ് ചെയ്ത് എർത്തിന്റെ സർഫസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ്, ഗ്രീൻ ഹൗസുകൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുന്നത്. 0.6 ഡിഗ്രി സെൽഷ്യസോളം 3 ദശാബ്ദങ്ങളായിട്ട് കൂടുന്നു എന്ന് പറയുന്നു. സോ അത് പ്രകാരം നമ്മുടെ സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം നമുക്ക് ഒരുപാട് വിനാശകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ സംഭവിക്കുകയും അതുവഴി നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് തന്നെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്നു. ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ച്, സാധാരണ അല്ലാത്ത നോർമൽ അല്ലാത്ത ഫോമിലുള്ള ഒരു ഓഡ് വണ്ണായിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചുകൾ ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് എൽ നൈനോ എഫക്റ്റ്. സോ റൈസിങ് ടെമ്പറേച്ചർ, നമ്മുടെ ഈ എൻവയോൺമെന്റിലെ ടെമ്പറേച്ചർ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺട്രിബ്യൂഷൻ വഴി കൂടിക്കൂടി വരികയാണെങ്കിൽ ദാറ്റ് ലീഡ് ടു ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. ക്ലൈമാറ്റിക് ചേഞ്ച് വളരെ റെയർ ആയിട്ടുള്ള ടൈപ്പ് മാറുകയും എക്സാമ്പിൾ ആണ് എൽ നൈനോ എഫക്റ്റ്. സോ എൽ നൈനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റൈസ് ഇൻ ടെമ്പറേച്ചർ കാരണം ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ച് പോലെ എൽ നൈനോ എഫക്റ്റ് പോലെയുള്ള ഇത് കാരണം ഉണ്ടായിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രീസ്ഡ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്പ്. എന്താണ് ഓഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ പോളാർ ഐസ് ക്യാപ്പിലൊക്കെ അവിടെ സാധാരണ ലെവലിനേക്കാൾ വർദ്ധിച്ച രീതിയിലുള്ള മെൽറ്റിംഗ് സംഭവിക്കുന്നു. സോ ഇൻക്രീസ്ഡ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്പ്. അതുപോലെ മറ്റു സ്ഥലങ്ങൾ ഹിമാലയൻ സ്നോ ക്യാപ്പ്. സോ ഹിമാലയൻ സ്നോ ക്യാപ്പുകളിലും ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ സ്നോ ക്യാപ്പുകളിലും അതുപോലെ പോളാർ റീജിയണിലും ധ്രുവ പ്രദേശങ്ങളിലെ ഐസ് ക്യാപ്പുകളൊക്കെ എന്താവുന്നു? ഒരു സാധാരണ ലെവലിനേക്കാളും വളരെയധികം കൂടുതലായിട്ട് മെൽറ്റ് ആവുന്നു. ആ മഞ്ഞൊക്കെ മെൽറ്റ് ചെയ്ത് വരുന്നു. ഫൈനലി
ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോളാർ ഐസ് ക്യാപ്പുകളും സ്നോ ക്യാപ്പ് ഹിമാലയൻ സ്നോ ക്യാപ്പുകളൊക്കെ മെൽറ്റ് ചെയ്ത് ഇൻക്രീസ്ഡ് മെൽറ്റിംഗ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കുറച്ച് വർഷങ്ങൾ ഓർ മെനി ഇയേഴ്സ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻക്രീസ് സീ ലെവൽ ആവാൻ തുടങ്ങും. അതായത് നമ്മുടെ അവിടെയുള്ള സബ്മേർജ്ഡ് കോസ്റ്റൽ ഏരിയ, ഈ കോസ്റ്റൽ ഏരിയാസ് ഒക്കെ സബ്മേർജ് ചെയ്യുകയും അതുപോലെ തന്നെ സീ ലെവൽ കൂടുകയാണെന്ന് തോന്നുന്നു. സോ സ്നോ ക്യാപ്പുകളിലും ഹിമാലയൻ സ്നോ ക്യാപ്പുകളും അതുപോലെ നമ്മുടെ പോളാർ ഐസ് ക്യാപ്പുകളൊക്കെ വർദ്ധിച്ച തോതിൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? സീന്റെ ലെവൽ കൂടാൻ തോന്നും. ഇൻക്രീസ് ഇൻ ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് റൈസ് ഇൻ സീന്റെ ലെവൽ കൂടാൻ തുടങ്ങും. സോ സീ ലെവലിന്റെ റൈസ് വന്നു കഴിഞ്ഞാൽ സീ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് അടുത്തുള്ള ആ കോസ്റ്റൽ ഏരിയസിനെയൊക്കെ സബ്മേർജ് ചെയ്യുന്നു. ദാറ്റ് ക്യാൻ സബ്മേർജ് കോസ്റ്റൽ ഏരിയസ് ദാറ്റ് മേ. സോ ഇങ്ങനത്തെ ഓഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസുകൾ, അതുപോലെ തന്നെ ടോട്ടൽ നമ്മളെ ഈ ടോട്ടൽ സ്പെക്ട്രത്ത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് മൂലം ഉണ്ടാകുന്ന ആഗോള താപനം ഉണ്ടാക്കുന്ന ടോട്ടൽ സ്പെക്ട്രത്തിലെ ചേഞ്ചസുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് റിസർച്ച് ഏരിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം എന്തൊക്കെ ടോട്ടൽ സ്പെക്ട്രം ചേഞ്ചസുകളാണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് ചില ചേഞ്ചുകളാണ് നമ്മൾ പറഞ്ഞത്. ഇൻക്രീസ്ഡ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്പ്, അതുപോലെ ഹിമാലയൻ സ്നോ ക്യാപ്പ്, അതുവഴി സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, കോസ്റ്റൽ ഏരിയാസ് സബ്മേർജ്ഡ് ആവുന്നു. ഇനി നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഹൗ ക്യാൻ വി കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ നടത്തേണ്ടതായുള്ള കുറച്ച് സ്റ്റെപ്പുകൾ, മെഷേഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കട്ട് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. നമ്മുടെ ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തിവെക്കുക, പരമാവധി റെഡ്യൂസ് ചെയ്യുക. നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ നമ്മുടെ ഈ പറഞ്ഞ ഫ്യൂവൽ ഡിമാൻഡുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഫോസിൽ ഫ്യൂവലിന്റെ ഡിമാൻഡുകൾ നമ്മൾ ഇല്ലാണ്ടാക്കുക, കട്ട് ഡൗൺ ചെയ്യാം, നമ്മൾ വേണ്ട നിൽക്കാം. സോ കട്ട് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, അത് കുറച്ച് കൊണ്ടുവരിക. ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. എനർജി യൂസേജിന്റെ അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നത് അതിന്റെ ആ ക്വാളിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇംപ്രൂവ് എഫിഷ്യൻസി. എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരിക, എനർജി യൂസേജിന്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരിക, പരമാവധി അതിന്റെ എനർജി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവലിന്റെ യൂസേജ് കട്ട് ഡൗൺ ചെയ്യുക. റെഡ്യൂസ് ഡീഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്, ഡീഫോറസ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് പകരം അങ്ങനെ ഉണ്ടായ സ്ഥിതി നമ്മൾ ബാലൻസ് ചെയ്യാൻ ചെയ്യുന്നത് പ്ലാന്റിംഗ് ട്രീസ്, ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, എഫോറസ്റ്റേഷൻ. സോ പ്ലാന്റിംഗ് ട്രീസ്, റെഡ്യൂസിങ് ഡിഫോറസ്റ്റേഷൻ. അതുപോലെ തന്നെ റെഡ്യൂസ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷന്റെ ആ ഒരു ഗ്രോത്ത് വളരെയധികം കുറച്ച് കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലിന്റെ യൂസേജ് കട്ട് ഡൗൺ ചെയ്യുക, അതുപോലെ എനർജി യൂസേജ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി യൂസേജ് മാത്രം നമ്മൾ അതിന് മാക്സിമം ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, ട്രീസ് പ്ലാന്റ് ചെയ്യുക, എഫോറസ്റ്റേഷൻ, അതുപോലെ ഹ്യൂമൻ പോപ്പുലേഷന്റെ ആ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുക. സോ ഇത്രയും മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ബിക്കോസ് ഈ ഗ്ലോബൽ വാർമിങ്ങിന് ഒരു പരിധി വരെ കാരണം നമ്മുടെ ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇറക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് എങ്ങനെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ പറഞ്ഞ ഈ ഹീറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്ത് എർത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ പരമാവധി റെഡ്യൂസ് ചെയ്യാം. സോ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് കാരണക്കാരായിട്ടുള്ള എന്തൊക്കെയാണോ അതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അതിനെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. സോ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ ഒരു പരിധി വരെ തടയാനുള്ളത്. സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം ഒരു പരിധി വരെ നമുക്ക് തടയാവുന്നതാണ്.